എന്താണ് ഇമോഷണൽ മെച്യൂരിറ്റി? പ്രതിസന്ധികളിൽ തകരാതിരിക്കുന്നതാണോ? അല്ല. എല്ലായ്പ്പോഴും എല്ലാവരോടും കരുണയോടുകൂടിയും നന്നായും പെരുമാറുന്നതാണോ? അല്ല. പിന്നെ എന്താണ് യഥാർത്ഥ ഇമോഷണൽ മെച്യൂരിറ്റി? നമുക്ക് നോക്കാം. ഒരാൾക്കും എപ്പോഴും നൈസ് ആയി കൈൻഡായി പെരുമാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അത് ക്രമേണ നമ്മളെ തകർക്കുകയുള്ളൂ. ഒരു മനുഷ്യനും ഒരു ഫിക്സ്ഡ് വേർഷൻ ഉണ്ടാവാറില്ല. നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ പെരുമാറണമെന്ന് ചൂസ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിനെയാണ് യഥാർത്ഥത്തിലുള്ള ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കി തരാം. അതായത് എപ്പോൾ, എവിടെ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം. എപ്പോഴും നമുക്ക് കരുണയോടുകൂടിയും നന്നായും പെരുമാറാൻ സാധിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പിന്മാറേണ്ടതായി വരാറുണ്ട്. നമുക്ക് ദേഷ്യപ്പെടേണ്ടതായി വരാറുണ്ട്. നമുക്ക് നമ്മൾ പറയുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മര്യാദയോടുകൂടി നമുക്ക് വിയോജിക്കേണ്ടതായി വരാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പെരുമാറുന്ന രീതി, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതികളെയാണ് ഇമോഷണലി മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പെരുമാറാൻ എപ്പോഴാണ് സാധിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇമോഷണലി മെച്യൂർഡ് പേഴ്സണായി കഴിഞ്ഞു എന്നാണ് അർത്ഥം.